ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. നിങ്ങൾ 100 പേര് തല്ലുമ്പോ ഓട് നാളെന്ന് വിളിച്ചോ. ഞങ്ങളെയൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം, അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ നോക്ക്, ഞങ്ങൾ മാന്യമായി സമരം ചെയ്തിട്ടല്ലേ. അവന് എന്നെ അറിയുന്ന ഒരു പേരെടുത്തിട്ട് അവനെ തല്ലടാ കൊല്ലടാ എന്ന് പോലീസ് പറയുന്നത് അവന് ഞാൻ കാണും, കണ്ടിട്ട് ഞാൻ. നമസ്കാരം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് 1 വർഷം തികയുകയാണ്. 2024 ജൂലൈ 30-നാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അർദ്ധരാത്രിയിലാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളെയും രക്ഷപ്പെടുത്താൻ പറ്റാതെ ഒരു മലയിലുള്ള ആളുകൾ പൂർണ്ണമായി, ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ പൂർണ്ണമായിട്ട് കുത്തിയൊഴുകിപ്പോയി. ഏറ്റവും ഉയരമുള്ള ഭാഗത്തു നിന്ന് ഒന്നിച്ച് ഉരുൾപൊട്ടി കല്ലും മണ്ണും വെള്ളവും അടക്കം, മരങ്ങളടക്കം ഒന്നിച്ച് ശീഘ്രത്തിൽ വളരെ വേഗത്തിൽ കുതിച്ചു പാഞ്ഞതോടെ ആ ഗ്രാമത്തിലെ എല്ലാവരും കൊല്ലപ്പെടുകയുണ്ടായി. ഏകദേശം 2000 പേരാണ് മരണപ്പെട്ടത് എന്ന് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറയുകയുണ്ടായി. അതിന് കാരണം അവിടെയുള്ള വീടുകളിൽ താമസിച്ചിരുന്ന ആളുകൾ മാത്രമല്ല, അല്ലാതെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. മേപ്പാടി പഞ്ചായത്ത് ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. ഈ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കണക്ക് ഉണ്ടാവാത്ത സംഭവമാണ്. എത്ര പേർ എവിടെ താമസിച്ചു എന്ന് പറയാൻ പറ്റാത്തതാണ്. അതോടൊപ്പം നമ്പർ ഇടാത്ത വീടുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ വീടുകളിൽ താമസിച്ചവർ ആരാണ് എന്താണെന്ന് എന്നുള്ള കണക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. റേഷൻ കാർഡിലുള്ള പേരുകൾ മാത്രം വെച്ചിട്ടാണ് അവിടെ എണ്ണം പുറത്തുവിട്ടത്. അത് പ്രകാരം 254 പേർ മരിക്കുകയും 118 പേരെ കാണാതാവുകയും 397 പേർ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു കണക്കാണ്. എന്നാൽ ഇത് തെറ്റാണ്. ഏകദേശം ഇത് ഈ പ്രകാരം തന്നെ ഏകദേശം 360ഓളം പേർ മരണപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിലും ഏകദേശം 2000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കണക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലും ഗവൺമെൻറ് പൂഴ്ത്തി വയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതല്ല. ഈ ദുരന്തമുണ്ടായാൽ ഒരു സാധാരണ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് അവിടെ അതിന് ഇരയായ ആളുകൾക്ക് ഇമ്മീഡിയറ്റ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. കരസേനയും നാവികസേനയും അതോടൊപ്പം വ്യോമമേഖലയും അടക്കം സൈന്യം ഒറ്റക്കെട്ടായി വന്ന് ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് കേരളത്തിലെ പോലീസോ റെസ്ക്യൂ പ്രവർത്തനങ്ങളോ തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സന്നദ്ധ വിഭാഗം ഇവിടെ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു പരിധിവരെ മരണങ്ങൾ കുറയ്ക്കാനിടയായത്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ മരണം ഈ പ്രത്യക്ഷ കണക്ക് പ്രകാരം തന്നെ 600-700 ആകുമായിരുന്നു. എന്നാൽ ഏകദേശം 2000 പേർ മരിച്ചു എന്നുള്ള കാര്യം ഇതുവരെ ഗവൺമെൻറ് പഠിക്കാനോ സ്ഥിരീകരിക്കാനോ പോയിട്ടില്ല. അങ്ങനെ മരിച്ചവരിൽ രക്ഷപ്പെട്ടവർ വിരളമാണ്. ആ രക്ഷപ്പെട്ടവരുടെ ഉറ്റ ബന്ധുക്കളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഏറ്റവും വേണ്ട സുഹൃത്തുക്കളോ ഫാമിലിയോ ആണ് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ പേരിൽ ധാരാളം മുതലക്കണ്ണീർ കേരള ഗവൺമെൻറ് ഒഴുക്കുകയുണ്ടായി. നരേന്ദ്രമോദി നേരിട്ട് വന്നൊരു കുഞ്ഞിനോടൊപ്പം ഉല്ലസിക്കുന്ന, സംസാരിക്കുന്ന, അതിനോടൊപ്പം കൊഞ്ചുന്ന ഒരു വീഡിയോ തന്നെ വൈറലായിരുന്നു. അതോടൊപ്പം കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വരെ വന്ന് അയ്യോ അവിടേക്ക് കടന്നാൽ ചെരുപ്പിൽ ചളി അങ്ങോട്ട് പകരും എന്ന് പറഞ്ഞ് അകത്തേ പ്രവാസിക്കാതെ പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വികൃത മനുഷ്യനാണ് പിണറായി വിജയൻ. ആ വികൃത മനുഷ്യൻ്റെ യഥാർത്ഥ രൂപമാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ശക്തമായുള്ള, മുസ്ലിം ലീഗിന് ശക്തിയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള സഹായങ്ങൾ ഇന്ന് വരെ എത്തിയിട്ടില്ല. 740 കോടി രൂപയാണ് ഈ മേപ്പാടി ദുരന്തത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഹായധനമായിട്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിയത്. എന്നാൽ ഇന്നേ വരെ ആ പണം കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള കണക്ക് പ്രകാരം തന്നെയാണെങ്കിൽ മരണപ്പെട്ട ആളുകൾ കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ മാത്രം 100-400 കുടുംബങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ആ 400 കുടുംബങ്ങൾക്ക്
രക്ഷപ്പെട്ട ആളുകൾക്ക് ഓരോ കോടി രൂപ കൊടുത്താൽ 400 കോടി രൂപയെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി 340 കോടി രൂപ ബാലൻസ് ഉണ്ടാവും. എന്നാൽ അവർക്കൊരു വീട് കൃത്യമായി നിർമ്മിച്ചു കൊടുക്കാനോ അതോടൊപ്പം അവർക്ക് ജോലി കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാനോ ഈ ഗവൺമെൻറ് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പിണറായി വിജയൻ അമേരിക്കയ്ക്ക് രാജ്യരാമാനും പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ്, അദ്ദേഹത്തിന് എല്ലാ സുഖ സൗകര്യങ്ങളും തേടി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. അതിൻ്റെ ചിലവെല്ലാം കേരള ഗവൺമെൻറ്റാണ് വഹിക്കുന്നത്. എന്നാൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പലരായിട്ട് ധനസഹായം കൊടുത്ത പണം പോലും എത്തിച്ചു കൊടുക്കാത്ത ഹിംസ്രമൃഗമാണ്, മനുഷ്യമൃഗമാണ് പിണറായി വിജയൻ. ഒരു മനുഷ്യത്വവുമില്ലാതെ വാതോരാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എപ്പോഴും വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഒരു മാഫിയ തലവൻ. ഇതിൽ നിന്ന് എങ്ങനെ കൈയിട്ട് വാരാം എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം. പിണറായി വിജയനെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമായിട്ടും അല്ലെങ്കിൽ ഇവിടെ കലാപമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പല കേസുകളാണ് എൻ്റെ പേരിൽ എടുത്തിട്ടുള്ളത്. പണ്ടൊക്കെ ഈ ചൂരൽമല ദുരന്തത്തിൽ ധാരാളം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതിൽ 5 വാർത്തകൾക്കെതിരെ എനിക്കെതിരെ കലാപമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുകയുണ്ടായി. എന്നാൽ ആ കേസുകളൊന്നും തന്നെ നിലനിൽക്കുകയില്ല, വിമർശനമാണ്, അതുകൊണ്ട് തൊടാൻ പാടില്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. ഞാൻ ഒരു കേസിൽ പിണറായി വിജയനെ വിസ്തരിക്കാൻ വേണ്ടി മാത്രം കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് പിണറായി വിജയനെ കൂട്ടിലിട്ട് ചോദിക്കണം. ഇത്രയും തമ്മാടിയായ, ഇത്രയും മനുഷ്യത്വമില്ലാത്ത ഒരു മൃഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഞാൻ ഇത്രയും പറയുന്നത് കാരണം അവിടെ മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആളുകൾ, ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്ത വിധമുള്ള സൗകര്യങ്ങൾ എവിടേക്കോ തങ്ങിക്കഴിയുന്നു, എവിടേക്കോ ആരൊക്കെയോ സൗകര്യങ്ങൾ ഒരുക്കുന്നു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നേ വരെ ശരിയായ വിധത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ചിലർക്ക് 15 ലക്ഷം കൊടുത്ത് അവസാനം ഒന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ 15 ലക്ഷമെങ്കിൽ 15 ലക്ഷം മേടിച്ച് രക്ഷപ്പെട്ടവരാണ് പലരും. കാരണം ഈ കേരള ഗവൺമെൻറ് ഒരു മണ്ണാങ്കട്ടയും അവിടെ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവിധ മുറവിളി ഉണ്ടായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ തന്നെയാണ്, 5 പൈസ കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ 740 കോടി രൂപ കൈവശമുള്ള പിണറായി വിജയന് അവർക്ക് 1 കോടി രൂപ വീതം കൊടുത്താൽ ബാക്കി 340 കോടി രൂപ ബാലൻസ് വരും. കാരണം ഉറ്റവരും ഉടയവരും ഇല്ലാതെ ധാരാളം ആളുകൾ മരിച്ചുപോയി. പിന്നെ കണക്കിലുള്ള ആളുകൾ 100-400 പേരെ കൂട്ടിയാൽ തന്നെ 400 കോടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായി എവിടെയെങ്കിലും സ്വസ്ഥമായി അവർ കണ്ടെത്തിക്കോളും വഴികളും, അവർ കണ്ടെത്തിക്കോളും വീടും മറ്റുള്ള സൗകര്യങ്ങളും. അവർക്ക് ജീവിക്കാനുള്ള അത്യാവശ്യ സൗകര്യം വെച്ച് ഒരു വീടും വാങ്ങിയാൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാം. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനൊന്നും പിണറായി വിജയൻ തയ്യാറല്ല. കാരണം പിണറായി വിജയൻ നീട്ടിക്കൊണ്ടുപോയി ഇലക്ഷൻ സമയത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് കാണിച്ച് വോട്ട് തട്ടാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ഇങ്ങനെയൊരു വൃത്തികെട്ട മനുഷ്യൻ നമ്മളെ കേരളത്തെ അടക്കി വാഴുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തണം. നമുക്ക് ഈ സാധാരണക്കാരായ CPM പ്രവർത്തകർ ഇത് മനസ്സിലാക്കാത്തത് എന്താണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഇതിനു വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്ന വാചകങ്ങൾ കേട്ടാൽ നമ്മുടെ മനസ്സ് കരളലിയിക്കുന്ന വാക്കുകളാണ് അവർ പറയുന്നത്. ഞങ്ങളെ ഉറ്റവരെ നഷ്ടപ്പെട്ടു, ഞങ്ങളെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു, ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കെങ്കിലും നീതി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ്? എന്നിട്ട് അവരെ ക്രൂരമായിട്ടാണ് അവിടുത്തെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ച് തകർത്തത്. അവിടെയുള്ള രംഗമാണ് ഞാൻ പുറത്തുവിടുന്നത്. കാരണം ഇത്രയും ക്രൂരതയോടെ കൂടിയിട്ട് ഒരു മനുഷ്യനോട് കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ തല്ലി അടിച്ച് പരിക്കേൽപ്പിക്കുന്ന രംഗം കാണേണ്ടത് തന്നെയാണ്. ഇത്രയും മൃഗീയ സ്വഭാവമുള്ള ആളുകളാണ് പിണറായി വിജയന് ദാസ്യവല ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ നാണം കെടുത്തുകയാണ് കേരളത്തെ. കാരണം ഒരു സമൂഹം മുഴുവൻ ഒരു ജനതയ്ക്ക് വേണ്ടി, നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി കരയുമ്പോൾ പിണറായി വിജയൻ ഇത്തരം പണമെല്ലാം വാങ്ങി അതിന് മുകളിൽ അട്ടിപ്പേറായി അതിന് മുകളിൽ കയറി ഇരിക്കുകയാണ്, എന്നിട്ട് പുഞ്ചിരിക്കുകയാണ്, ഞാൻ എന്തൊക്കെയോ വലിയ മഹാനാണ്, എന്നിട്ട് 140 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ, ആംബുലൻസിൻ്റെ സഹായത്തോടെ ഇങ്ങനെ ചീറിപ്പാറഞ്ഞ് നടക്കുകയാണ് മനുഷ്യൻ്റെ സ്വൈരവിഹാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട്. അത്രയും ജനങ്ങൾക്ക് വെറുക്കപ്പെട്ട, നശിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. അത് ഇനി കൂടുതൽ തെളിയിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഈ മനുഷ്യനെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അവിടെ നടന്ന ക്രൂരമായ നരവേട്ടയുടെ പോലീസ് ലാത്തിചാർജിൻ്റെ രംഗങ്ങളാണ് നമ്മൾ പൂർണ്ണമായി ഞങ്ങൾ പുറത്തുവിടുന്നത്. ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്.
തല്ലെന്നാ പറഞ്ഞ ആരെ തല്ലണ്ടേ? ഈ പട്ടിയാണ് ഈ പട്ടി തല്ലാൻ കണ്ട കറച്ച് തല്ലുന്നുണ്ട്. ഭരണത്തിൽ വരും കാണിച്ചാ പോലീസോ തീവ്രവാദികളോ? അതാ ചോദിക്കട്ടെ. ഞാൻ മാന്യമായി നീയല്ലേ വലിയ ഇഷ്ടപ്പെടുന്നില്ലേ? മാന്യമായിട്ടുള്ള സംരംഭനമല്ല. നോക്കി തല്ലി നോക്കിയില്ലേ സാറേ? ഈ സമരം എന്ന് പറയപ്പെടുന്നത് പോലീസ് സംവിധാനത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ? ഈ പറയപ്പെടുന്ന NGOസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ? ഞങ്ങളെയൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം, അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ നോക്ക്, ഞങ്ങൾ മാന്യമായി സമരം ചെയ്തതല്ലേ? അവന് എന്നെ അറിയുന്ന ഒരു പേരെടുത്തിട്ട് അവനെ തല്ലടാ കൊല്ലടാ എന്ന പോലീസ് പറയുന്നത് അവന് ഞാൻ കാണും. കണ്ടിട്ട് ഞാൻ നീ എന്റെ പേര് ഞാൻ വിഷയം പറഞ്ഞാണ്. എനിക്ക് വിഷയം തീർക്കാൻ എന്റെ സഹപ്രവർത്തകരാണ്. ചിരിച്ചുകൊണ്ട് കഴിയ രാത്രി വീശി അടിക്കുക. എന്താ അടിക്കുക? നിങ്ങൾ 100 പേര് തല്ലുമ്പോ ഓട് നാളെ തിരിച്ചോ? നീ മേത്തോ ഞാൻ പോകും. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. എന്താ സംഭവിച്ചത്? ഞങ്ങൾ വളരെ സമാധാനപരമായി നടത്തിയ മാർച്ച് പോലീസ് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെരഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. 1 2 വാണിംഗ് തരാതെ 10 12 ഇതാ നോക്കുന്നത്. പോലീസോടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇവിടെ കേന്ദ്ര സർക്കാരിന് എതിരെയല്ല ഞങ്ങൾ സമരം ചെയ്ത് മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ പോലീസിന് എന്താണ് ക്രിമികടി എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത്. ഞങ്ങളെ ഒരുപാട് അടിച്ച് നിങ്ങൾ ഒതുക്കാമെന്ന വിചാരമെങ്കിൽ യാതൊരു തർക്കവും വേണ്ട. അവസാന യൂത്ത് കോൺഗ്രസ്സുകാരന്റെ ചോര വീണതിന് ശേഷമേ ഈ സമരത്തെ ഞങ്ങൾ പിരിഞ്ഞുകൊള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പുറമാണ്. ഒരു വ്യക്തിയുടെ പുറത്തുള്ള ഇതാണ്. അത്ര നേരം നിന്ന് മർദ്ദിക്കുക എന്നത്, ആളുകളെ പിരിച്ചുവിടുക എന്നതിനപ്പുറം മറ്റു പലതും ഉണ്ടായിരുന്നു ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ആളുകൾക്ക് പരിക്കുള്ളത്. പരിക്കേറ്റ ആളുകൾക്ക് നിരവധി പരിക്കാണ്. അതായത് ഒരു മനുഷ്യനെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിനു മാത്രം പ്രകോപനം നമ്മൾ എന്തായാലും ദൃശ്യങ്ങളിൽ കണ്ടിട്ടില്ല. നമുക്കേതായാലും പോലീസിന് ഇത്രമാത്രം ക്രൂരമായി മർദ്ദിക്കേണ്ട വിധം ഒരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ലാത്തിച്ചാർജ് ഉണ്ടായിരിക്കുന്നു എന്നതിനപ്പുറം അതിക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സൈഫുദ്ദീൻ, ജനപ്രതിനിധികളെ തല്ലിയിരിക്കുന്നത് തല്ലിച്ചതച്ചിട്ടുള്ളത് എന്ന് നായത്തെ തെമ്മാടിനെ പോലീസാണ് ചെയ്തിരിക്കുന്നത്.